ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. അമേഠിയും റായ്ബറേലിയുമാണ് ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം. അയോധ്യയിലും ഇന്നാണ് പോളിംഗ്. നമുക്കറിയാം, രാഹുലും സ്മൃതി ഇറാനിയും അടക്കം ഇന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമേഠിയെ സംബന്ധിച്ചിടത്തോളം അമേഠിയുടെ രാജകുമാരി എന്ന നിലയിൽ പോലും സ്മൃതി ഇറാനിയെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ കോട്ടയായ അമേഠിയെ വളരെ ശക്തിയായിട്ട് തിരിച്ച് BJPയുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തൊരു സ്ഥാനാർത്ഥി കൂടിയാണ് സ്മൃതി ഇറാനി. സ്മൃതി ഇറാനിക്ക് അത്രത്തോളം ജനസമ്മതിയുള്ളൊരു മണ്ഡലം കൂടിയാണ് അമേഠി. റായ്ബറേലിയുടെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അവസാന നിമിഷം ആണ് അവിടെ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു സംഭവം തന്നെയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയുമെല്ലാം. ഇതിന് BJPക്ക് വലിയൊരു പ്രതിച്ഛായയാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെയും പ്രാണപ്രതിഷ്ഠയിലൂടെയും നേടിക്കൊടുത്തത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, നമുക്കറിയാം ഇന്ന് ഏറ്റവും ശ്രദ്ധേയകരമായ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അമേഠിയിലും റായ്ബറേലിയിലും അതോടൊപ്പം തന്നെ അയോധ്യയിലും ഇന്നാണ് പോളിംഗ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങി. ദേവിക സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് മണ്ഡലങ്ങളിലാണ് ഇന്ന് വിധിയെഴുത്ത് എങ്കിലും വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന മണ്ഡലങ്ങളാണ് ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. അത് ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ റായ്ബറേലി, അമേഠി അത് വളരെ ശ്രദ്ധേയമായ 2 മണ്ഡലങ്ങളാണ്. വർഷങ്ങളോളം നെഹ്റു കുടുംബം അവരുടെ തട്ടകമാക്കി വെച്ചിരുന്ന ഭാരതത്തിൻ്റെ പല പ്രധാനമന്ത്രിമാരും പ്രതിനിധീകരിച്ച മണ്ഡലമാണ് റായ്ബറേലിയും അമേഠിയും. പക്ഷേ അവിടെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ അവിടെ ഒരു കാറ്റ് മാറി വീശി അത് BJPക്ക് അനുകൂലമാകുന്ന സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായി. പ്രത്യേകിച്ച് അമേഠിയിൽ രാഹുലിനെ 55,000 വോട്ടുകൾ കട്ടിമറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി അവിടെ വിജയിച്ചു കയറിയത്. ഈ തവണ ആ മണ്ഡലത്തിലേക്ക് രാഹുലിനെ സ്മൃതി ഇറാനിയും BJPയും വെല്ലുവിളിച്ചെങ്കിലും രാഹുലിന് അവിടെ മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് സോണിയ മത്സരിച്ചിരുന്ന അല്ലെങ്കിൽ സോണിയ പ്രതിനിധീകരിച്ചിരുന്ന റായ്ബറേലിയിലേക്ക് രാഹുൽ കടക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും അമേഠിയിൽ ഇന്നിപ്പോൾ പോളിംഗ് നടക്കുകയാണ്. ഇത്തവണ സ്മൃതി ഇറാനി നേരിടുന്നത് സോണിയാഗാന്ധിയുടെ പഴയ മാനേജറായ KL ശർമ്മയാണ്. KL ശർമ്മ അമേഠിയിലെ ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. ഇദ്ദേഹമാണ് രാഹുൽ മത്സരിക്കാൻ എത്താത്ത സാഹചര്യത്തിൽ പകരമായി അവിടെ സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയത്. തൊട്ട അയൽവക്കത്തെ മണ്ഡലമാണ് റായ്ബറേലി. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും ഈ തവണ കടുത്ത മത്സരം നടക്കുന്നു. നെഹ്റു കുടുംബത്തിന് കടുത്ത വെല്ലുവിളിയായി റായ്ബറേലിയിലും BJP കരുത്ത് തെളിയിക്കുകയാണ്. കടുത്ത മത്സരം നടക്കുന്നുവെന്നാണ് നമ്മൾ റായ്ബറേലിയിലൂടെ സഞ്ചരിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. UPയിൽ യോഗി സർക്കാരിൽ മന്ത്രിയായ ദിനേശ് പ്രതാപ് സിംഗ് ആണ് അവിടെ BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണയും ഇദ്ദേഹം തന്നെയാണ് അവിടെ മത്സരിച്ചത്. ഒരു പ്രാദേശിക നേതാവാണ് ഇദ്ദേഹം സോണിയയുടെ ഭൂരിപക്ഷം 1 ലക്ഷത്തിനടുത്തേക്ക് കുറയ്ക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ഉണ്ടായി. അതിനാൽ ഈ തവണ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം BJP നടത്തുന്നു. മാത്രമല്ല, സ്മൃതി ഇറാനി അമേഠിയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അവിടെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഭവനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ചു നൽകിയതും അതുപോലെ തന്നെ അത്യാധുനിക റോഡുകൾ വന്നതും അമേഠി ജില്ലയ്ക്ക് സ്വന്തമായ ഒരു കളക്ടറേറ്റ് നിർമ്മിച്ചത് ഉൾപ്പെടെയുള്ള പല വികസന കാര്യങ്ങൾ അമേഠിയിൽ സ്മൃതി ഇറാനി നടത്തിയിരുന്നു. ഇതെല്ലാം റായ്ബറേലിയിലും ഇപ്പോൾ BJP തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയാണ്. കാരണം ഈ 2 മണ്ഡലങ്ങളും വളരെ പിന്നോക്കം നിന്ന മണ്ഡലങ്ങളാണ്. പ്രധാനമന്ത്രിമാർ പലരും ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുവെങ്കിൽ പോലും അതിൻ്റെതായ ഒരു വികസനമൊന്നും നമുക്ക് അമേഠിയിലാകട്ടെ റായ്ബറേലിയിലാകട്ടെ കാണാൻ സാധിക്കത്തില്ല. അതിനാൽ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP ഈ 2 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. റായ്ബറേലിക്കും അമേഠിക്കും തൊട്ടടുത്തായുള്ള മറ്റൊരു മണ്ഡലം അവധ് മേഖലയിൽ വരുന്നത് ഫൈസാബാദാണ്. നമുക്കറിയാം ഫൈസാബാദിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. ഫൈസാബാദ് ലോക്സഭാ സീറ്റിലാണ് അയോധ്യ രാമജന്മഭൂമി അടങ്ങുന്നത്. ഈ മണ്ഡലം BJP 2 ടേമായിട്ട് 2014-ലും 2019-ലും ലല്ലു സിംഗ് ആണ് ഇവിടെ നിന്നും വിജയിച്ചു കയറിയത്. പക്ഷേ ഇത് വർഷങ്ങളായി BJPയുടെ ഒരു കുത്തക മണ്ഡലമെന്നൊന്നും നമുക്ക് ഫൈസാബാദിനെ വിശേഷിപ്പിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത എന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത്. അതിനാൽ ഭാരതത്തിലെമ്പാടും BJPക്ക് കരുത്ത് പകരുന്ന ഒരു ഘടകമായി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും മാറുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഫൈസാബാദിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും വളരെയധികം ശ്രദ്ധേയമാകുന്നത്. എന്തായാലും ഈ തവണയും BJPക്ക് ഷുവർ സീറ്റായി ഫൈസാബാദ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കാരണം അയോധ്യ രാജ്യത്തൊട്ടാകെ BJPക്ക് വോട്ട് നൽകുന്ന ഒരു ഘടകമായി മാറുമ്പോൾ രാമജന്മഭൂമി സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിനെ പറ്റി BJPക്ക് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതില്ല. 2014-ലും 2019-ലും ഇവിടെ ലല്ലു സിംഗ് വിജയിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച
സൂചിപ്പിച്ചിരുന്നു. ഇതിന് മുൻപ് BJP അയോധ്യ അടങ്ങുന്ന ഈ മണ്ഡലത്തിൽ വിജയിക്കുന്നത് 1991-ലും പിന്നീട് 98-ലും 99-ലുമാണ്. അന്ന് ബജ്രംഗ് ദളിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള വിനയ് കട്ടിയാറാണ് ആദ്യമായി അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് സീറ്റിൽ BJPക്കായി താമര വിരിയിക്കുന്നത്. വിനയ് കട്ടിയാർ പിന്നീട് അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തുകയും ഇപ്പോൾ സജീവ രാഷ്ട്രീയം വിട്ട് വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹം ലക്നൌവിൽ. അങ്ങനെ ലല്ലു സിംഗിന് മുൻപ് ഫൈസാബാദ് ലോക്സഭാ സീറ്റിൽ വിജയിച്ചിട്ടുള്ളത് ബജ്രംഗ് ദൾ എന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന പ്രസ്ഥാനം സ്ഥാപിച്ച വിനയ് കട്ടിയാർ ആണ് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും അയോധ്യ അടങ്ങുന്ന ഫൈസാബാദും അതോടൊപ്പം തന്നെ ഒരു കാലത്ത് നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലിയും അമേഠിയും ഒക്കെ അടങ്ങുന്ന മണ്ഡലങ്ങൾ ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിലാണ് ഇന്നിപ്പോൾ വിധിയെഴുത്ത് ആരംഭിച്ചിരിക്കുന്നത്.